സെക്കൻഡ് ഇയർ സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ പാഠഭാഗങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് യു ഹാവ് സ്റ്റഡീഡ് ഡോമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായി പഠിക്കാൻ പോകുന്നത് കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് എന്നീ ടോപ്പിക്സാണ്. ഡോമിനൻസിലും ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലും നടത്തിയ ക്രോസുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് F1 ഹൈബ്രിഡ് ഒന്നുകിൽ 2 പാരൻസിൻ്റെ സ്വഭാവങ്ങളിൽ ഡോമിനൻ്റ് ആയ സ്വഭാവത്തെ എക്സ്പ്രസ് ചെയ്യുന്നു. ഡോമിനൻസിൽ അതാണ് പഠിച്ചത്. F1 ഹൈബ്രിഡ് എക്സിബിറ്റ്സ് ദ ട്രേറ്റ് ഓഫ് ഡോമിനൻ്റ് ട്രേറ്റ് ഓഫ് എനി വൺ ഓഫ് ദ പാരൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ 2 പാരൻസിൻ്റെയും സ്വഭാവങ്ങളുടെ ഒരു ബ്ലെൻഡായി ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യും. ഇതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് മറ്റൊരു ഫിനോമിനനാണ് കോഡോമിനൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കോഡോമിനൻസ് ഇസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് F1 ഹൈബ്രിഡ് റിസംബിൾസ് ബോത്ത് ദ പാരൻസ്. 2 പാരൻസിൻ്റെയും സ്വഭാവ സവിശേഷതകൾ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം മനുഷ്യരിലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഷുഗർ പോളിമറുകളാണ് മനുഷ്യരുടെ രക്ത ഗ്രൂപ്പുകളെ നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നത്. ദിസ് ഇസ് കൺട്രോൾഡ് ബൈ I ജീൻ. I ജീനാണ് ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. I ജീൻ ഹാസ് 3 ഡിഫറെൻ്റ് അലീൽസ്. I ജീനിന് 3 അലീലുകളുണ്ട്. IA, IB and small I. The alleles IA and IB produce different sugars, while the allele small letter I does not produce any sugar. IA അലീലും IB അലീലും നേരിയ വ്യത്യാസമുള്ള ഷുഗർ പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്യും. എന്നാൽ സ്മോൾ ലെറ്റർ I പ്രത്യേകിച്ച് ഒരു ഷുഗറും സിന്തസൈസ് ചെയ്യുന്നില്ല. I ജീനിന് 3 അലീൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഓരോ വ്യക്തിയിലും ഈ 3 എണ്ണത്തിൽ 2 അലീലുകൾ മാത്രമേ കാണുകയുള്ളൂ. അതിനുള്ള കാരണം നമുക്കറിയാം. ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. IA അലീലും IB അലീലും ഡോമിനൻ്റ് അലീൽസ് ആണ്. എന്നാൽ സ്മോൾ I അലീൽ ഈസ് റിസസീവ്. ഇഫ് IA allele and small letter I comes together in a person, only IA expresses. If IB and small I alleles comes together, only IB expresses in that individual. IA allele small I അലീലുമായി ചേർന്ന് ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ IA allele മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം IA അലീൽ ഡോമിനൻ്റ് ആണ്. അതുപോലെ IB അലീലും സ്മോൾ ഐയും ഒരുമിച്ച് വരികയാണെങ്കിൽ IB അലീൽ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബിക്കോസ് IB ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ I. ബട്ട് വെൻ IA അലീൽ ആൻഡ് IB അലീൽ ആർ പ്രസൻറ്റ് ടുഗെദർ, both of them expresses their own type of sugar polymers. IAയും IBയും ഒരുമിച്ച് വന്നാൽ 2 അലീൽസും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യും. ബിക്കോസ് ബോത്ത് ആർ ഡോമിനൻസ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് കോഡോമിനൻസ്. ഈ പ്രതിഭാസമാണ് ശരിക്കും കോഡോമിനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻസ് ദർ ആർ 3 ഡിഫറെൻറ്റ് അലീൽസ്, ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ 6 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. അപ്പോൾ മനുഷ്യരുടെ ABO ബ്ലഡ് ഗ്രൂപ്പ്സിന് 6 ഡിഫറെൻറ്റ് ജീനോടൈപ്സ് പോസിബിൾ ആണ്. നിങ്ങൾ തന്നിരിക്കുന്ന ടേബിളിൽ allele from parent 1, allele from parent 2, genotype of offsprings, blood types of offspring എന്നിവ കാണിച്ചിട്ടുണ്ട്. അച്ഛനിൽ നിന്ന് IA അലീലും അമ്മയിൽ നിന്ന് IA അലീലും ലഭിക്കുകയാണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? IA. അപ്പോൾ ആ ഓഫ്സ്പ്രിങ്ങിൻ്റെ തന്നെ ബ്ലഡ് ടൈപ്പ് A ഗ്രൂപ്പ് ആയിരിക്കും. ഇനി അച്ഛനിൽ നിന്ന് IA അലീലും അമ്മയിൽ നിന്ന് IB അലീലും ലഭിക്കുകയാണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിന് IA IB ജീനോടൈപ്പാണ് ലഭിക്കുക. IA IB ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഹിയർ ഓപ്പറേറ്റ്സ് കോഡോമിനൻസ്.
രണ്ട് അലീൽസും എക്സ്പ്രസ് ചെയ്യും. ബിക്കോസ് ഓഫ് കോഡോമിനൻസ് ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി AB. അച്ഛനിൽ നിന്ന് IA അലീലും അമ്മയിൽ നിന്ന് സ്മോൾ I അലീലും കിട്ടുകയാണെങ്കിൽ ഓഫ് സ്പ്രിങ്ങിന് IAI എന്നതായിരിക്കും ജീനോടൈപ്പ്. IA ഡോമിനൻ്റ് ആയതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി A. ഇനി അച്ഛനിൽ നിന്ന് IB അലീലും അമ്മയിൽ നിന്ന് IA അലീലും ലഭിക്കുകയാണെങ്കിൽ കുഞ്ഞിന് IAIB ജീനോടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് AB, അവിടെയും കോഡോമിനൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അച്ഛനിൽ നിന്ന് IB അലീലും അമ്മയിൽ നിന്ന് IB അലീലും ലഭിക്കുകയാണെങ്കിൽ ജീനോടൈപ്പ് വിൽ ബി IBIB. പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് B. അച്ഛനിൽ നിന്ന് IBയും അമ്മയിൽ നിന്ന് സ്മോൾ Iയും അലീല് ലഭിക്കുകയാണെങ്കിൽ ജീനോടൈപ്പ് ഓഫ് ദ ഓഫ് സ്പ്രിംഗ് വിൽ ബി IBI. സാധ്യതയുള്ള രക്തഗ്രൂപ്പ് B ആയിരിക്കും. ഇനി അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സ്മോൾ I ആണ്, അതായത് റിസസീവ് അലീലാണ് ലഭിക്കുന്നതെങ്കിൽ ജീനോടൈപ്പ് ഓഫ് ദ സൈഗോട്ട് സ്മോൾ I ആയിരിക്കും. സ്മോൾ I റിസസീവ് ട്രെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. നമുക്കൊരു ചെറിയ ടാസ്ക് ചെയ്താലോ? Illustrate the possible blood groups of children whose both parents are having A group. അച്ഛൻ്റെയും അമ്മയുടെയും രക്തഗ്രൂപ്പുകൾ A ആണെങ്കിൽ അവരുടെ കുട്ടികൾക്കുണ്ടാകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയായിരിക്കും ഒന്ന് ചിത്രീകരിക്കുക. ഇതൊരു ചെറിയ ടാസ്ക്കാണ്. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ നമ്മൾ വളരെ രസകരമായ ഒരു ഫിനോമിനനാണ് കണ്ടത്. രണ്ട് അലീൽസ് ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ എത്ര അലീൽസാണ് കൺട്രോൾ ചെയ്തത്? ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്നുള്ള ക്യാരക്ടറിനെ 3 ഡിഫറെൻ്റ് അലീൽസാണ് അവിടെ കൺട്രോൾ ചെയ്തത്. അപ്പോൾ കോഡോമിനൻസിനൊപ്പം തന്നെ ABO ഗ്രൂപ്പ് മറ്റൊരു ഫിനോമിന കൂടെ കാണിക്കുന്നുണ്ട്. ദ സെയിം ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ 3 ഡിഫറെൻ്റ് അലീൽസ്. If the same character is controlled by more than 2 alleles, they are called multiple alleles and the phenomenon is called multiple allelism. Here also we can give human ABO blood grouping as an example. അപ്പോൾ മൾട്ടിപ്പിൾ അലീൽസിൻ്റെ പ്രവർത്തനവും നമ്മൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ കണ്ടു. IA, IB ആൻഡ് I ഇങ്ങനെ 3 അലീൽസാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സിനെ ഡിറ്റർമിൻ ചെയ്തത്. ഈ ഡിഫറെൻ്റ് അലീൽസിനെ നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് എന്നും ഈ ഫിനോമിനനെ മൾട്ടിപ്പിൾ അലീലിസം എന്നും പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ ആൻഡ് ഇറ്റ് ഹാസ് 3 ഡിഫറെൻ്റ് അലീൽസ്. പക്ഷേ ഹ്യൂമൻ ബീങ്സ് നമ്മളിൽ ഓരോരുത്തരിലും ഇതിൽ 2 അലീലുകളെ ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസം ഒരു ഇൻഡിവിജ്വലിൽ പെർഫോം ചെയ്യില്ല. പക്ഷേ മൾട്ടിപ്പിൾ അലീലിസം ഓപ്പറേറ്റ്സ് വെൻ പോപ്പുലേഷൻ സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ്. ചിലപ്പോഴൊക്കെ ഒരു ജീൻ പ്രോഡക്റ്റ് ഒന്നിലധികം ഇഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രസകരമായ ചില ഇൻസ്റ്റൻസസ് ഉണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കാം. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് ഈസ് കൺട്രോൾഡ് ബൈ എ ജീൻ. പയറുവിത്തുകളിലെ സ്റ്റാർച്ച് സിന്തസിസിന് സഹായിക്കുന്നത് ഒരു ജീനാണ്. ആ ജീനിന് 2 അലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ B ആൻഡ് സ്മോൾ b. ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ ക്യാപിറ്റൽ B ഒരുമിച്ച് വരുന്ന അവസ്ഥയിൽ സ്റ്റാർച്ച് സിന്തസിസ് വിൽ ബി ഹൈലി എഫിഷ്യൻറ്റ്. വളരെ നന്നായിട്ട് സ്റ്റാർച്ച് സിന്തസിസ് നടക്കും. ആസ് എ റിസൾട്ട് ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഓഫ് ഫോംഡ്, വലിയ സ്റ്റാർച്ച് തരികൾ ഉണ്ടാകും. കണ്ടീഷൻ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനാണ്. ക്യാപിറ്റൽ B ആയിരിക്കുമ്പോൾ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വിത്തുകൾ പാകമാകുമ്പോൾ അല്ലെങ്കിൽ മൂത്ത് കഴിയുമ്പോൾ ഇറ്റ് അക്വയർ റൗണ്ട് ഷേപ്സ്, നല്ല ഉരുണ്ട വിത്തുകളായി മാറും. ഇനി ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ സ്റ്റാർച്ച് സിന്തസിസ് വിൽ ബി ലെസ് എഫിഷ്യൻറ്റ്. വല്ലാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അത്ര എഫിഷ്യൻ്റ് ആയിട്ടല്ല സ്റ്റാർച്ച് സിന്തസിസ് നടക്കുന്നത്. ആസ് എ റിസൾട്ട് സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആർ ഫോംഡ്. വളരെ ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് ഉണ്ടാകുന്നത്, ചെറിയ സ്റ്റാർച്ച് തരികൾ ഉണ്ടാകും. ഈ സീഡ്സ് മെച്ചർ ചെയ്യുമ്പോൾ ഇറ്റ് അക്വയർ എ റിങ്കിൾഡ് ഷേപ്പ്. ഇത് ചുളുങ്ങിയ വിത്തുകളായി മാറും.
അപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷനിൽ റൗണ്ട് ഷേപ്പ് സീഡ്സ് ആണ്, ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസും അതിനകത്ത് കാണാം. ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസും റിങ്കിൾഡ് ഷേപ്പുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നോക്കൂ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് വിൽ ബി ആൻ ഇൻ്റർമീഡിയറ്റ് സൈസ്. ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നുള്ള ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ വലിപ്പം ഇടത്തരം വലിപ്പമായിരിക്കും. പക്ഷേ ഈ വിത്തുകൾ മെച്ചറാകുമ്പോൾ, മൂത്ത് കഴിയുമ്പോൾ ഇറ്റ് അക്വയർ റൗണ്ട് ഷേപ്പ്. അവിടെ നോക്കൂ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ അതായത് ക്യാപിറ്റൽ ബി സ്മോൾ ബി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഷേപ്പ് ഓഫ് ദ സീഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ റൗണ്ട് ഷേപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ബി സ്മോൾ ബി. അവിടെ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഒരുമിച്ച് വന്നപ്പോൾ ക്യാപിറ്റൽ ബിയുടെ സ്വഭാവം പ്രകടിപ്പിച്ചു, റൗണ്ട് ഷേപ്പ് കാണിച്ചു, ഇവിടെ ഡോമിനൻസ്. ഇനി സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ സൈസ് എടുത്തപ്പോഴോ ഇൻ്റർമീഡിയറ്റ് സൈസാണ് ഗ്രെയിൻസിനുണ്ടായിരുന്നത്, അവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ സെയിം ജീൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നുള്ള ജീന് ഷേപ്പ് ഓഫ് ദി സീഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിനെയും, സൈസ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സൈസിനെയും റെപ്രസെൻ്റ് ചെയ്തു. അതായത് ഒരിടത്ത് ഡോമിനൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ജീനിന് രണ്ട് ഇഫക്റ്റാണ് അവിടെ ഉണ്ടായത്. ഇങ്ങനെ വളരെ കോൺട്രഡിക്റ്ററി ആയതും രസകരമായതുമായ ധാരാളം ഫിനോമിന വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ് ജനറ്റിക്സ്. സോ ഇൻ പ്രീവിയസ് ക്ലാസ്സസ് യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് monohybrid cross. Let's recall the definition of monohybrid cross, shall we? Monohybrid crossന്റെ definition ഒന്ന് ഓർത്തു നോക്കൂ. Monohybrid cross involves parents different one character or one pair of contrasting traits. ഒരു ജോഡി ഗുണങ്ങളിൽ വ്യത്യസ്തരായ മാതൃപിതൃജീവികളെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. മോണോ മീൻസ് സിംഗിൾ, അവിടെ ഒരു സിംഗിൾ ക്യാരക്ടറാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ ക്രോസ് ദറ്റ് ഇൻവോൾവ്സ് ടു ക്യാരക്ടേഴ്സ് ഓർ ടു പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്. രണ്ട് ജോഡി ഗുണങ്ങളിൽ വ്യത്യസ്തരായ മാതൃപിതൃ ജീവികളെ തമ്മിൽ സങ്കരണം നടത്തുന്നതിനെ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നതിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെൻഡൽ മോണോഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയതുപോലെ തന്നെ പീ പ്ലാന്റ്സിൽ ഡൈഹൈബ്രിഡ് പരീക്ഷണങ്ങളും നടത്തി. മെൻഡൽ ക്രോസ് പീ പ്ലാന്റ്സ് ദ ഡിഫേർഡ് ഇൻ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. രണ്ട് ഗുണങ്ങളിൽ വ്യത്യസ്തരായ രണ്ട് പ്ലാന്റ്സിനെയാണ് ഗ്രിഗജോൺ മെൻഡൽ ഡൈഹൈബ്രിഡ് ക്രോസിനായി തിരഞ്ഞെടുത്തത്. ഹി സെലക്റ്റഡ് ടു പ്ലാന്റ്സ്. വൺ പ്ലാന്റ് is having round shaped yellow colored seeds and the other plant is having wrinkled and green colored seeds. അപ്പോൾ അവിടെയുള്ള രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്ഡ് സീഡ്സ് ആൻഡ് wrinkled shaped seeds, yellow seed color and green seed color. He crossed the two plants. Let's observe the crossing. So the phenotype of parental plants are round yellow and wrinkled green. Parental generation plants are having the phenotypes round yellow and wrinkled green. Their genotypes are capital R, capital R, capital Y and small r, small r, small y, small y. ഇവിടെ ജീനോട്ടിപ്പിക് സിംബൽസ് കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ആർ ഫോർ റൗണ്ട് ഷേപ്പ്, സ്മോൾ ആർ ഫോർ റിങ്കിൾ ഷേപ്പ്, ക്യാപിറ്റൽ വൈ ഫോർ യെല്ലോ കളർ, സ്മോൾ വൈ ഫോർ ഗ്രീൻ കളർ. ഇതിൽ ഓരോ പ്ലാന്റിൽ നിന്നും ഗമീറ്റ്സ് ഉണ്ടാകുമ്പം നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഗമീറ്റ്സ്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ എന്ന ജീനോടൈപ്പുള്ള റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സിൻ്റെ ജീനോട്ടിപ്പിക് എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ. റിങ്കിൾഡ് ഗ്രീനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് സ്മോൾ ആർ, സ്മോൾ വൈ. ഗ്രിഗജോൺ മെൻഡൽ ഈ രണ്ട് പ്ലാന്റ്സിനെയും ക്രോസ് ചെയ്തു. ഹി റേസ്ഡ് F1 generation. He observed all the plants formed in the first generation were having round shaped yellow colored seeds. ഒന്നാം തലമുറയിലുണ്ടായ
പ്ലാന്റ്സിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ എല്ലാ പ്ലാന്റ്സും റൗണ്ട് ഷേപ്പിൽ യെല്ലോ കളേർഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയായിരുന്നു. അപ്പോൾ അവിടെ ഡോമിനൻറ്റ് ട്രേറ്റ്സ് ഏതൊക്കെയാണ്? റൗണ്ട് ഷേപ്പ് ആൻഡ് യെല്ലോ കളർ. തുടർന്ന് അദ്ദേഹം ഈ പ്ലാന്റ്സിനെ, ഒന്നാം തലമുറയിൽ ഉണ്ടായ പ്ലാന്റ്സിനെ സ്വപരാഗണത്തിന് വിധേയമാക്കി. ഹി സെൽഫ് ഹൈബ്രിഡൈസ്ഡ് F1 plants. Then he raised the second generation. അപ്പോൾ രണ്ട് പ്ലാന്റ്സും ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുള്ളതാണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആണ്. അതിൻ്റെ ജീനോടൈപ്പ് രണ്ട് പ്ലാന്റ്സും ഒരുപോലെ ഉള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ജീനോടൈപ്പുള്ള പ്ലാന്റ്സിൽ നിന്ന് ഉണ്ടാകാവുന്ന ഗമീറ്റ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. ഇതൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ്. അപ്പോൾ മറ്റേ പ്ലാന്റും സെയിം ടൈപ്പ് ഓഫ് ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. അവിടെ നോക്കൂ, ഓരോ പ്ലാന്റും 4 ഗമീറ്റ്സ് വീതം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ 16 ജീനോടൈപ്സ്. അപ്പോൾ 16 ജീനോടൈപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വി ക്യാൻ റെപ്രസെൻറ്റ് ദീസ് ജീനോടൈപ്സ് ഇൻ എ പന്നറ്റ് സ്ക്വയർ. പന്നറ്റ് സ്ക്വയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൂ ഡിവൈസ്ഡ് പന്നറ്റ് സ്ക്വയർ? യെസ്, റെജിനാൾഡ് സി പന്നറ്റ്, ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ്, ഡിസൈൻഡ് പന്നറ്റ് സ്ക്വയർ. അപ്പോൾ പന്നറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? അതും നിങ്ങൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്ത സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു ജനറ്റിക് ക്രോസിൽ ഉണ്ടാകാവുന്ന ജീനോടൈപ്സിൻ്റെ പോസിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പന്നറ്റ് സ്ക്വയർ. അപ്പോൾ പന്നറ്റ് സ്ക്വയറിൻ്റെ ഇടത് ഭാഗത്തും മുകളിലുമായി നമുക്ക് ഗമീറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് സ്ലൈഡുകൾ നോക്കാം. ക്യാപിറ്റൽ ആർ വൈ എന്ന ഗമീറ്റ് ക്യാപിറ്റൽ ആർ വൈ എന്ന മറ്റ് ഗമീറ്റുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. അതിൻ്റെ ഫീനോടൈപ്പ് നിങ്ങൾ പറയൂ. ക്യാപിറ്റൽ ആർ ഒരു ഡോമിനൻ്റ് ട്രേറ്റ് ഉണ്ട്, ക്യാപിറ്റൽ വൈയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? റൗണ്ട് യെല്ലോ. യെസ്. നെക്സ്റ്റ് ക്രോസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. ദ ജീനോടൈപ്പ് ഈസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഫീനോടൈപ്പ് എന്താണ്? റൗണ്ട് യെല്ലോ. നിങ്ങളതിൻ്റെ ഫീനോടൈപ്പ് ജീനോടൈപ്പിൻ്റെ തൊട്ടടിയിലായി ഒന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഫ്യൂസസ് വിത്ത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, പ്രൊഡ്യൂസിങ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. What will be the phenotype? Round yellow. Next, capital R capital Y fuses with small r small y. The genotype is capital R small r capital Y small y. Phenotype round yellow. Now, capital R small y fuses with capital R capital Y. The genotype is capital R capital Y small y. അതിൻ്റെ ഫീനോടൈപ്പ് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ്, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഫ്യൂസസ് വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. നെക്സ്റ്റ്, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഫ്യൂസസ് വിത്ത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ദ ജീനോടൈപ്പ് ഇസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നെക്സ്റ്റ്, capital R small y with small r small y. അവിടെ ഉണ്ടാകുന്ന ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. ഇതിൻ്റെ ഫീനോടൈപ്പ് നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ. ദെൻ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഫ്യൂസസ് വിത്ത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ജീനോടൈപ്പ് ഈസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. Small r capital Y fuses with capital R small y and the genotype is capital R capital Y small y. Now, small r capital Y with small r capital Y, the genotype small r capital Y capital Y. Small r capital Y with small r y. Small r capital Y small y. Next, small r small y
with capital R, capital Y, producing capital R, capital Y, small y. Small y with capital R, small y, producing capital R, small y, small y. Small y with small r, capital Y. The genotype will be small r, capital Y, small y. The last cross, small r, small y fuses with small r, small y, producing small r, small y, small y. Genotypes ഒക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, F2 ജനറേഷനിലുണ്ടായ ഫീനോടൈപ്സ് ഏതൊക്കെയാണ്? റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ. ഇതിലെന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? രണ്ട് പ്ലാന്റ്സ് പാരൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്, പാരൻ്റൽ ട്രെയ്റ്റ്സ് കാണിക്കുന്നു. റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് പാരൻ്റൽ ഫിനോടൈപ്പാണ്. അത് കഴിഞ്ഞ് വേറെ രണ്ട് ഫിനോടൈപ്സും കൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? റൗണ്ട് ഗ്രീൻ ആൻഡ് റിങ്കിൾഡ് യെല്ലോ. ആ രണ്ട് ടൈപ്സും പുതുതായിട്ടുണ്ടായതാണ്. അതിന് റീകോമ്പിനൻ്റ് ടൈപ്സ് എന്ന് പറയും. അപ്പോൾ രണ്ട് പാരൻ്റൽ ടൈപ്സും രണ്ട് റീകോമ്പിനൻ്റ് ടൈപ്സും ഉണ്ടായി. ഇതിന് ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റൗണ്ട് യെല്ലോ എത്ര എണ്ണം ഉണ്ട്? 9. റൗണ്ട് ഗ്രീൻ 3. wrinkled yellow 3 and wrinkled green 1. അപ്പോൾ നമുക്ക് പറയാം F2 ജനറേഷനിലുണ്ടായ പ്ലാന്റ്സിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഫീനോടൈപ്സ് ഉണ്ടായി. ദ റേഷ്യോ 9:3:3:1 എന്നുള്ളതാണ്. മെൻഡൽ ധാരാളം പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ് പഠിച്ചു. അതിലൊക്കെ തന്നെ അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് പെർഫോം ചെയ്തപ്പോൾ 9:3:3:1 എന്നുള്ള റേഷ്യോ ഒബ്സർവ് ചെയ്തു. സോ ഫിനോടൈപ്പിക് റേഷ്യോ ആണ് 9:3:3:1 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ജിനോടൈപ്പിക് റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? ഒരു ചെറിയ ടാസ്ക്കാണ്. ഈസ് ദ ജിനോടൈപ്പിക് റേഷ്യോ ദ സെയിം ആസ് ദാറ്റ് ഓഫ് ഫിനോടൈപ്പിക് റേഷ്യോ? Based on these observations on dihybrid cross, Mendel proposed a second set of generalizations. We call it as law of independent assortment. Mendel's law of independent assortment states that when two pairs of traits are combined in a hybrid, segregation of one pair of characters is independent of the other pair of characters. രണ്ട് ജോഡി ഗുണങ്ങളിൽ വ്യത്യസ്തരായ മാതൃപിതൃജീവികളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ജോഡി ഗുണം അപര ജോഡിയുമായി അല്ലെങ്കിൽ മറ്റേ ജോഡിയുമായി കൂടിക്കലരാതെ തികച്ചും സ്വതന്ത്രമായാണ് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് എന്നാണ് ഗ്രിഗർ ജോൺ മെൻഡൽ പറഞ്ഞത്. ഈ സിദ്ധാന്തമാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ജീൻസ് ഓർ ഫാക്ടേഴ്സ്, ജീൻസിനെ ഫാക്ടേഴ്സ് എന്നാണ് മെൻഡൽ വിളിച്ചത്, that determine the shape of the seed and color of the seed inherit to the next generation independently. ഇത് കളർ ഓഫ് ദ സീഡും ഷേപ്പ് ഓഫ് ദ സീഡും സ്വതന്ത്രമായാണ് അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തത്. അങ്ങനെയാണ് റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ എന്നീ പാരൻ്റൽ ഫിനോടൈപ്സിന് പുറമെ റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ എന്നിങ്ങനെ രണ്ട് റീകോമ്പിനൻ്റ് ഫിനോടൈപ്സ് കൂടി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇത് മനസ്സിലായോ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ഒരു ചെറിയ ക്രോസ് ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേറ്റ് എ ക്രോസ് ബിറ്റ്വീൻ എ പ്യുവർ ബ്രീഡിംഗ് ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് ആൻഡ് എ ഡാർക്ക് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്. ദ ജീനോടൈപ്സ് ഓഫ് ടു പ്ലാന്റ്സ് ആർ capital T, capital T, capital R for the plant that is tall and having red flowers. Small t, small r is the genotype for the dark plant producing white flowers. അപ്പോൾ ഈ ക്രോസ് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറുമായി ഡിസ്കസ് ചെയ്യുക. തുടർന്നുള്ള പാഠഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.